അല്ല, ഇതിപ്പം ജനങ്ങളുടെ ഒരു വലിയ കൺസേൺ ആണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പം ഈ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവോ അവർക്ക് പരിചയമുള്ള ഒരാളോ പോലും അല്ല മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രയാസമാണ്. ഈ നാട്ടിലെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ. ഇപ്പം എവിടുത്തെയാലും കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവർ പറയുന്ന ഒരു ഗൗരവം എന്ന് പറയുന്നത് ഇവിടെ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ആ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്, 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇന്നിപ്പം പരീക്ഷ ആയതുകൊണ്ട് വിവിധ ഷിഫ്റ്റുകളായതുകൊണ്ടാണ് ഒരു ഫുൾ സ്പ്രിംഗ് ഉണ്ടാകാതിരുന്നത്. അപ്പം ഒരു നോർമൽ ഡേ ആയിരുന്നെങ്കിൽ, ഒരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ കുറെ കൂടെ വലിയ അപകടമായി മാറുമായിരുന്നു. ഇതൊരു വലിയ അപകടമാണ്, നമ്മളെ കൊണ്ടൊക്കെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ളൊരു അപകടമാണ്. സ്വഭാവികമായിട്ടും ഇപ്പൊ ഹോസ്പിറ്റലില് ജില്ലാ കളക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരോടും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളോടൊക്കെ സംസാരിച്ച് ആലോചിച്ചിട്ട് ഇതൊരു ശാശ്വതമായ പരിഹാരം ആവശ്യമാണ്. കാരണം തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു ശാസ്ത്രീയമായ പ്രശ്നമുണ്ട്. തുടർച്ചയായിട്ട് ഒരേ പ്രദേശത്ത് തന്നെ അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് അതപ്പോ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അതെ അതെ. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഒരു അപകടമോ രണ്ടപകടമോ അല്ല, തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ശാസ്ത്രീയമായ പ്രശ്നം അതിനകത്തുണ്ട്, ശാസ്ത്രീയതയുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു പരിഹാരം അതുകൊണ്ടും പ്രതിവിധി ഉണ്ടാകുന്നില്ല. ഇപ്പൊ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടായപ്പോഴാണ് ഈ JCB വെച്ചിട്ട് ഒന്ന് പരിക്കനാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അത് പരിഹാരമായിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പിന്നെ അപകടം ഉണ്ടാവുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അപകടങ്ങളിലൂടെ അല്ല നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ ഒരു അപകടം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെയും വലിയ വില കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കൺസേൺ അതാണ്, അല്ലാതെ അവർക്ക് വേറെ പ്രത്യേകിച്ച് അജണ്ടകളോ താല്പര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ പ്രശ്നം ആരും മരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ അവര് ഇപ്പോ അധികൃതരെല്ലാം അവരുടെ ഇതിന്റെ ഒരു മെഡിക്കൽ സൈഡിൽ നിൽക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ ജനപ്രതിനിധികളോടും സംസാരിക്കും.